ഓക്കെ ഗായ്സ്, ഓക്കെ അപ്പോൾ ഗൈസ്, അപ്പം ഞാനാണ് ഗായ്സ് സൂപ്പർമാൻ. യെസ് ഗൈസ്, ഞാനാണ് ഗൈസ് ഈ നാട്ടിലെ രക്ഷകൻ. ഓക്കെ, ഞാനാണ് സൂപ്പർമാൻ. ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ബോറടിച്ചൊക്കെ എന്തായാലും നിൽക്കായിരുന്നു കേട്ടാ. എന്തായാലും പ്രത്യേകിച്ച് നമുക്ക് വേറെ മിഷൻസോ കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടൊന്നും തന്നെ എന്തായാലും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഫുള്ളായിട്ട് ബോറടിച്ചൊക്കെ നിൽക്കായിരുന്നു. ഓക്കെ, നമുക്കെന്തായാലും മിക്കവാറും പോലെ മിഷൻസ് കിട്ടുമായിരിക്കും. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും നോക്കി നോക്കാം. പിന്നെ വേറൊരു സീനുണ്ട് കേട്ടാ, നമ്മുടെ സിറ്റിയിൽ. ഓക്കെ, നമ്മുടെ സിറ്റിയിൽ കളൊക്കെ എന്തായാലും ഗൈസ് ഒരു പുതിയ ഒരുത്തൻ എന്തായാലും ഇറങ്ങിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. ഓക്കെ ഗൈസ്, അവൻ്റെ പേരെന്ന് വെച്ചാൽ ഹൾക്ക് എന്നാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു ഹൾക്ക് എന്നുള്ളവനെ എന്തായാലും നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചെന്തായാലും നികത്തണം ഗൈസ്. ഓക്കെ, അവ ഇപ്പം എന്തായാലും വലിയ കാര്യമായിട്ട് സീനൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഗൈസ്, നമ്മുടെ ലോസ് ആൻഡോസ് ഇല്ലേ, ലോസ് ആൻഡോസ്. ഒക്കെ നമ്മുടെ ലോസ് ആൻഡോസ് കളഞ്ഞാൽ അവൻ മൊത്തത്തിൽ എന്തായാലും അടിച്ച് വാരി മൊത്തത്തിൽ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കെന്തായാലും ലോസ് ആൻഡോസിലോട്ട് എന്തായാലും പോകാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ആ സമയത്താണെങ്കിൽ എനിക്കാണെങ്കിൽ ചിലപ്പോൾ അവനെ പിടിച്ച് നിർത്താനോ ഒന്നും തന്നെ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഒരു പ്ലാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങിയ ഹൾക്ക് എന്നുള്ള നമ്മളെ പോലത്തെ ആ ഒരു സൂപ്പർ ഹീറോയിനെകളൊക്കെ അടിച്ച് ഒതുക്കാനും പറഞ്ഞത്. ഓക്കെ, ഞാൻ ഇവിടെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും തന്നെ ഇല്ലാതെ ഇവിടെ ഇപ്പം പറന്നുകൊണ്ട് നടക്കുകയാണ് കേട്ടാ. ഫ്രാങ്ക്ലി ചേട്ടാ, ഫ്രാങ്ക്ലി ചേട്ടാ, ഫ്രാങ്ക്ലി ചേട്ടാ ഓടിവാ. എന്താണ് ചേട്ടാ, എന്താടാ എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലി ചേട്ടാ, ഒന്ന് വാ ഫ്രാങ്ക്ലി ചേട്ടാ, ഈ ടി വി ഒന്ന് കണ്ടോക്കെ. ഫ്രാങ്ക്ലി ചേട്ടാ, പുതിയതായിട്ട് ഒരുത്ത ഇറങ്ങിയില്ലേ ഹൾക്ക് എന്നെന്തോ ഉള്ള, അവനാണെങ്കിൽ നമ്മുടെ സിറ്റിയിലോട്ട് സിറ്റി വന്നിട്ട് ഇവിടെ മൊത്തത്തിൽ അലമ്പുണ്ടായിക്കൊണ്ടിരിക്കണേ. എല്ലാത്തിനും അടിച്ച് നശിപ്പിച്ച് നമ്മുടെ ഏതാണ് സിറ്റിയിലുള്ള എല്ലാ വണ്ടികളെയും എല്ലാ ആൾക്കാരെയും നമുക്ക് ഒന്നോട്ടിക്കാണ്. ഇല്ലടാ ഷിൻചാൻ, അതിന് ഞാൻ സമ്മതിക്കട്ടെ. ആ ടി വി ഒന്ന് നോക്കട്ടെ. ബ്രേക്കിംഗ് ന്യൂസ്, നമ്മുടെ സിറ്റിയിൽ ഹൾക്ക് എന്നൊരു പുതിയൊരു സൂപ്പർ ഹീറോകളൊക്കെ വന്നേക്കാണ്. പക്ഷെ ഈ ഒരു സൂപ്പർ ഹീറോ നമ്മളുടെ സൂപ്പർമാനെ പോലെ അത്രയ്ക്ക് നല്ല ഒരു സൂപ്പർ ഹീറോ അല്ല. ഇവനാണെങ്കിൽ നമ്മുടെ സിറ്റിയിലുള്ള എല്ലാത്തിനെയും അടിച്ച് നശിപ്പിച്ച് അത് മൊത്തത്തിൽ നാമാണക്കല്ലാക്കി മൊത്തത്തിൽ എന്തായാലും അടിച്ച് ഫുൾ അതിന്റെ പരിപ്പിളക്കി കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഹൾക്കിനെ പിടിച്ച് ഒതുക്കുന്നവർക്ക് 10,000 രൂപ സമ്മാനമായി ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. താങ്ക് യു. ഈ ഹൾക്കിനെ എങ്ങനെങ്കിലും ആരെങ്കിലും ഒതുക്കി കഴിഞ്ഞാൽ അവർക്ക് 10,000 രൂപ ഗവൺമെന്റ് സമ്മാനമായി കൊടുക്കുന്നതാണ്. ഈ ഹൾക്ക് നാടിന് മൊത്തത്തില് ഭീഷണിയായിട്ടാണ് വന്നേക്കണം. നാടിനെ മൊത്തം അടിച്ച് നശിപ്പിച്ച് പണ്ടാടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനെയും അടിച്ച് നശിപ്പിച്ച് വണ്ടികളെയൊക്കെ അടിച്ച് പാറത്തിലാണ്ട നശിപ്പിച്ച് മണക്കല്ലാക്കി വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ ഹൾക്കിനെ പിടിക്കുന്നവർക്ക് 10,000 രൂപ സമ്മാനമായിട്ട് കിട്ടുന്നതാണ്. താങ്ക് യു. എന്നാലും ഷിൻചാൻ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കണ? ആ ഫ്രാങ്ക്ലി ചേട്ടാ, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കണ? ഈ ഹൾക്ക് നമ്മുടെ സിറ്റിയിലൊന്ന് നമ്മുടെ സിറ്റി തവിട് പൊടിയാക്കി മൊത്തം അടിച്ച് നശിപ്പിച്ച് നമ്മുടെ സിറ്റിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി കാണാം. അത് മാത്രല്ല, നമ്മളെങ്ങനെ അഥവാ നമ്മുടെ ഏതാണ് സിറ്റിയെ രക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഇഷ്ടം പോലെ പൈസ കിട്ടും. ഫ്രാങ്ക്ലി ചേട്ടാ, എന്തിനാ നമ്മുടെ ഡിഫൻഡറിനെ ഇടിച്ചിട്ടാ? എടാ ഷിൻചാൻ, ഇവിടെ ഡിഫൻഡറിനെക്കാളും വലുതാണ് നമ്മുടെ സിറ്റിയെ രക്ഷിക്കണം. നമുക്കെന്തായാലും നേരെ സിറ്റി ഏരിയയിലോട്ട് പോവാം. എടാ ഷിൻചാൻ, ഇതെന്താടാ? അയ്യോ ഫ്രാങ്ക്ലി ചേട്ടാ, എനിക്കാണെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. എടാ ഷിൻചാൻ, നീ അവിടെ എവിടെയെങ്കിലും ഇരിയടാ. എൻ്റെ പൊന്ന് ഗായ്സ്, ഈ പുതിയതായിട്ടെന്ന ഹൾക്ക് എന്ന സൂപ്പർ ഹീറോ ഇല്ലേ, അവനാണെങ്കിൽ നമ്മുടെ നാട് മൊത്തം അടിച്ച് നശിപ്പിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നട്ടാ. ഇവിടെയുള്ള എല്ലാ വീടും എല്ലാ ബിൽഡിങ്ങും അവൻ ഇടിച്ചു പൊളിച്ചു വഴിയിലാക്കി ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്കെന്തായാലും ഈ ഒരു ഏരിയയൊക്കെ മൊത്തത്തിൽ എന്തായാലും ഒന്ന് റെഡിയാക്കാം ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്കെന്തായാലും ഹൾക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാൻ എന്തായാലും പോകാം ഗൈസ്. ഓക്കെ, പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മുടെ ലെസ്റ്ററിൻ്റെ സഹായമില്ല, അവൻ്റെ സഹായം നമുക്കെന്തായാലും വേണ്ടി വരും കേട്ടോ. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള ലെസ്റ്ററിനെ വിളിച്ചിട്ട് നമ്മുടെ ഹൾക്കിൻ്റെ ഇതുങ്ങളൊക്കെ ഫുള്ളായിട്ട് എന്തായാലും ട്രാക്ക് ചെയ്യാനായിട്ട് എന്തായാലും പറയട്ടെ. പിന്നെ അവ ഇട്ടിരിക്കണമെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സ്യൂട്ടാണ്. ഓക്കെ, ആ സ്യൂട്ടിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കോഡുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ കോഡ് വെച്ച് ഹാക്ക് ചെയ്ത് എന്തായാലും അവൻ്റെ ലൊക്കേഷൻ നമുക്ക് എന്തായാലും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ പിന്നെ എന്തായാലും ലൊക്കേഷൻ കണ്ടുപിടിക്കാനൊന്നും തന്നെ അറിയത്തില്ല കേട്ടോ. കാരണം ഞാൻ ഇപ്പോഴായിട്ട് വന്നൊരു ഹീറോയിങ്ങളൊക്കെയാണ് സൂപ്പർ ഹീറോ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ എങ്ങനെയെങ്കിലും കേസ് നമ്മുടെ നാടിനെ രക്ഷിച്ചാൽ പറ്റുമോ കേസ്, അല്ലാതെ ശരിയാവത്തില്ല. ഓക്കെ, ആ ടൈം കൊണ്ട് ഇതൊക്കെ ഒന്ന് മൊത്തം ഒന്ന് റെഡിയാക്കിയിട്ട് എന്നാലും വരാൻ കേസ്, അല്ലാതെ ശരിയാവത്തില്ല. ഓക്കെ ഇവിടെ ഇപ്പോൾ എന്തായാലും കേസ് ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് തന്നെ എന്നാലും ഉണ്ട് കേട്ടോ. എല്ലാ ബിൽഡിങ്ങിലും എല്ലാത്തിനും ഞാൻ കറക്റ്റ് അതിൻ്റെ സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ആൾക്കാർക്ക് ഇവിടെ കുറച്ച് പേർക്കൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അവരൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ മറ്റേ ഹൾക്കിൻ്റെ ആ ഒരു ലൊക്കേഷനെല്ലാം കിട്ടിയ കേട്ടോ. ഇന്ന് അവൻ്റെ കാര്യത്തിൽ തീരുമാനമാകും കേസ്. ഓക്കെ, അവൻ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ കേസ് നമ്മുടെ
ബീച്ചില്ല. ഓക്കെ, ബീച്ച് ആ സൈഡിലൊക്കെ ആയിട്ടാണ് കേസ് നമ്മുടെ ഹൽക്കുകളൊക്കെ ഇപ്പം എന്തായാലും ഉള്ളതെന്ന് വെച്ചാൽ ഓക്കെ. കുറച്ച് ദൂരം എന്തായാലും പോകണം. അപ്പോൾ അവിടെ ആയിട്ടാണ് കേസ് അലിമ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഓക്കെ. നമുക്കതിൽ നേരെ അങ്ങോട്ട് പോവാം. ഗൈസ് ഓക്കെ. അപ്പോൾ ഞാനാണ് ഗൈസ് ഹൾക്ക്. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് ഞാൻ എന്തായാലും നമ്മുടെ ഏതാണ് മെയിനായിട്ടുള്ള നമ്മുടെ സിറ്റി സെൻറ്റർ മൊത്തത്തിൽ അടിച്ച് നശിപ്പിച്ചിട്ട് എന്തായാലും ഇവിടെ ഇപ്പം ഞാൻ എന്തായാലും യാതൊരുത്തൻ്റെ വീട്ടിൽ കയറി യാതൊരുത്തൻ്റെ വണ്ടിയൊക്കെ അടിച്ചു മാറ്റിയിട്ട് എന്തായാലും പോണ വഴിയിലായിരുന്നു. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ വേറൊരുത്തൻ്റെ വണ്ടി കൊണ്ടിടിച്ച് അതിൻ്റെ കാര്യം തീരുമാനം. ഓക്കെ, ഹൾക്കിനെ ഇടിച്ച് നശിപ്പിക്കുക അത്രയ്ക്ക് ധൈര്യമോ? അവൻ്റെ വണ്ടിയെ മുഴുവനായിട്ട് കത്തിച്ചിട്ടുണ്ട് കേട്ടാ. ഞാൻ എന്തായാലും ഇത്രയും നേരം എന്തായാലും ഓടി വരാൻ മടിച്ചാണ് കേസ് എന്തായാലും നടന്നെന്ന് വെച്ചാൽ ഓക്കെ. ഇനിയിപ്പോൾ ഈ സിറ്റിയിലുള്ള ആരും ജീവിച്ചിരിക്കില്ല. എല്ലാ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനമാക്കാൻ വേണം. ഈ ഹൾക്കാരെന്ന് ആർക്കും അറിഞ്ഞൂടാ. എല്ലാത്തിനെയും അടിച്ച് നശിപ്പിച്ച് മണക്കല്ലാക്കണ്ട. വണ്ടികളൊക്കെ പുട്ടടിച്ച് തെറിപ്പിക്കണ പോലെയാണ് ഞാൻ തെറിപ്പിക്കണമെന്ന് വെച്ചാൽ. ഇവിടെ ഓടിയേ എൻ്റെ കയ്യിൽ 10ൻ്റെ പൈസയോ വണ്ടിയോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് എല്ലാ സാധനങ്ങളും നശിപ്പിക്കണം. ആ ഒരു പേടിച്ചോടാ, അത്രയ്ക്ക് ധൈര്യമാടാ. ഇതാടാ നിൻ്റെ കാര്യം തീർന്നടാ. അവൻ്റെ വണ്ടി അല്ലെങ്കിലേ കൺട്രോൾ പോയി. ഇന്ന് ഈ സിറ്റിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം. ഒരു സിറ്റി കുളം തോടി തവിടോടിയൊക്കെ വെച്ചേ ഉള്ളൂ. ഇനിയൊരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഫുള്ളായിട്ട് അലിമ്പുണ്ടാക്കാം. ഇവിടെ വേറൊരു വണ്ടി പോകുന്നുണ്ട് എൻ്റെ ആളെ, അതിൻ്റെ കാര്യത്തിൽ തീരുമാനിക്കാം. അവനെ ഇടിച്ചോ അത്രയ്ക്ക് ധൈര്യം. അവനെ വെള്ളത്തിലെടുത്ത് ഇട്ടിട്ട് തന്നെ കാര്യം. ഓടാ പോടാ 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 പോടാ. അങ്ങനെ തന്നെ ഇനിയുണ്ടാ. ഉണ്ടല്ലോ. എവിടെയാണ് മക്കളെ പേടിച്ചോടാ? ഹൾക്കിവിടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒരിടത്ത് വന്നാലും ഓടിപ്പോകാനായിട്ട് പറ്റത്തില്ല. നിങ്ങളുടെയൊക്കെ കാര്യം തീർന്ന് മക്കളെ. ഇനി നിങ്ങൾ ആരും ജീവിച്ചിരിക്കില്ല. അതൊരു ഫോർച്യൂണറാണ്. എൻ്റെ കയ്യിലെ ഇവിടെ വണ്ടിയില്ല. അപ്പോഴാണ് അവനൊക്കെ ഫോർച്യൂണറൊക്കെ കൊണ്ടു നടക്കുന്നത്. പക്ഷേ എൻ്റെ പൊന്നെ ഒരു ഡിഫൻഡറിൻ്റെ കൺട്രോൾ കേട്ടാ. എന്തായാലും നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്കെന്തായാലും ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടിയൊക്കെ തിരിച്ചെന്തായാലും ബാക്കിയൊക്കെ കേട്ടോ. ഇവൻ്റെ ഈ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണമല്ലോ. ആ ഫ്രണ്ടിൽ പോണ ബുഗാട്ടി നമുക്ക് പതുക്കാൻ എടുക്കാം. അവൻ ഓടിച്ചു പോണാ. അവൻ അത്രയ്ക്ക് പേടിയാ. ഇന്നാ മോൻസ് ഏതാ പറഞ്ഞ് അവൻ അത്രയ്ക്ക് പേടിയാ. അവൻ എൻ്റെ അത്രയ്ക്ക് പേടിയാ. ഈ ഹൾക്കാരെന്ന് ആർക്കും അറിഞ്ഞൂടാ. വേറൊരുത്തിറങ്ങിയല്ലോ ഒരു സൂപ്പർമാൻ എന്നുള്ള. അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം. എടാ ഹൾക്കേ, നിന്റെ കാര്യം തീർന്നടാ. സൂപ്പർമാനടാ വന്നടാ. എടാ നീ വന്നോടാ. ഞാൻ അടിച്ച് നീ എന്നെ പേടിച്ചിരിക്കണമെന്ന്. നിനക്ക് ഇത്രയ്ക്ക് ധൈര്യടാ. എടാ നീ ആൾക്കാരെയൊക്കെ കൊല്ലാനായിട്ടുള്ള ശ്രമമാണല്ലേ. നീ ഈ നാട് മൊത്തം നശിപ്പിക്കുമല്ലോ. തന്നടാ സൂപ്പർമാനെ. എനിക്ക് ഈ നാട് മൊത്തം നശിക്കണം. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിനക്കെന്നെ തൊടാൻ പോലും പറ്റൂല. തൊട്ട് കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഇടിച്ച് നിന്നെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ നിന്നെ കൊല്ലൂടാ. ഒന്ന് പോടാ അവിടെ. അല്ല പിന്നെ എനിക്ക് നിന്നെ സുഖമായിട്ട് പിടിക്കാൻ പറ്റും. നിന്നെക്കാട്ട് സ്പീഡുണ്ട് എനിക്ക്. ഒന്ന് പോടാ അവിടെ. ഞാനിപ്പോൾ താണ്ട് ഈ 3 വണ്ടികളെയും കൂടെ നശിപ്പിക്കാൻ പോണ്. ഇനി ഒന്നിനെ ഞാൻ ബാക്കി വയ്ക്കില്ല. ആൾക്കാരെന്ന് ആർക്കും അറിഞ്ഞൂടാ. എടാ വണ്ടിയെ നീ എന്നെ ഇടിക്കണോടാ. നിനക്ക് അത്രയ്ക്ക് ധൈര്യമാടാ. എടാ അവരെന്ന് ചെയ്യല്ലേ ഹൾക്കേ, പ്ലീസടാ ഒന്ന് പോടാ അവിടെ. ഞാൻ ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ടേ കേൾക്കണല്ലോ. പിന്നെയാണ് നീ. ഒന്ന് പോടാ അവിടെ. അവൻ്റെ ഒരു വണ്ടി ഞാൻ കുറേ നേരമായിട്ട് ഈ വണ്ടിക്ക് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യണം. ഇനിയും പറഞ്ഞോണ്ട് വേണ്ടിയിട്ട് ഇതെല്ലാത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനം. എടാ ഹൾക്കേ, ഇനി നീ ആൾക്കാർ എന്തെങ്കിലും ചെയ്താ നിന്റെ കാര്യം തീർന്നടാ. അയ്യോ എടാ സൂപ്പർമാനെ, നീ എന്താ ചെയ്യണ? നിനക്കെന്റെ അടിക്ക് അത്രയ്ക്ക് ധൈര്യടാ. തന്നടാ നിന്നെയൊക്കെ പിടിക്കാൻ സിമ്പിളാണടാ. എടാ സൂപ്പർമാനെ, നിന്റെ കാര്യം തീർന്നടാ. ഒന്ന് പോരാടന്ന്. അല്ല പിന്നെ എടാ നിനക്കെന്നെ ആരാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഒരിക്കൽ ഓടിക്കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഒരിക്കലും എന്നെ പിടിക്കാൻ പറ്റില്ല. നോക്കൂ, ഞാൻ എൻ്റെ ഫുൾ സൂപ്പർ പവേഴ്സ് വെച്ച് ഈ ഒരു കോനിസയൊക്കെ കൊണ്ട് കത്തിച്ചിടാൻ പോണേ. ഇനി നിനക്കെന്നെ പിടിക്കാനോ ഒന്നിനും പറ്റൂല. ഒന്ന് പോടാ അവിടെ നിന്ന്. ഞാൻ തന്നെ ഇപ്പം തന്നെ പിടിക്കും. ഓക്കെ ഗൈസ്, ഓക്കെ. ആ ഒരു ഹൾക്കില്ലേ ഹൾക്ക്, ഓക്കെ, അവനാണെങ്കിൽ കത്തിച്ചെന്നാലും വിട്ടു കേട്ടോ ആ ഒരു കോനിസയെ കൊണ്ട്. ഇതിപ്പോൾ എന്താണ് ഈ സംഭവിക്കണത് ഗൈസ്? ഈ ഹൾക്കിനാകെ പ്രാന്ത ഇവിടെ മൊത്തത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് ഈ ഒരു ഏരിയ ഫുള്ള് റെഡിയാക്കിയതേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ഹൾക്ക് അതേ രീതിയിൽ തന്നെ പിന്നെ ഈ സിറ്റി മൊത്തത്തിൽ അടിച്ച് നശിപ്പിച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പം എന്തായാലും റെഡിയാക്കിയതേ ഉള്ളൂ. കണ്ട മൊത്തത്തിൽ കണ്ട ഈ ഏരിയ ഫുള്ളായിട്ട് കണ്ട പോയി കിടക്കാനുണ്ട്. ഇതൊക്കെ മൊത്തം ഞാൻ ഇപ്പം റെഡിയാക്കിയതേ ഉള്ളൂ. പക്ഷെ പിന്നെ നമ്മുടെ ഈ ഒരു ഹൾക്ക് ഉണ്ട്, ഇത് മൊത്തം അടിച്ച് നശിപ്പിച്ചു. ഓക്കെ, ഇപ്പം എന്തായാലും റെഡിയാക്കി നിൽക്കാൻ നേരമല്ല. നമുക്ക് എന്തായാലും പിന്നെ എല്ലാം റെഡിയാക്കും. ഓക്കെ, എടാ ഹൾക്കേ, നിൻ്റെ കാര്യം തീർന്നടാ. ഓക്കെ കേസ്, അവൻ എന്തായാലും നേരെ കത്തിച്ചാനായിട്ടാ വിട്ടേന്ന് വെച്ചാൽ. ഓക്കെ, അവൻ്റെ വണ്ടി എന്തായാലും ഒരു കോനിസേക്ക് കണക്കാണ്. ഓക്കെ, അവൻ ഇവിടെ നേരെ സൈഡിലോട്ട്. ഇതെന്താണ്? ഇതൊന്നും അല്ല കേസ്. ഓക്കെ, ഇവിടെ കുറേ കോയിൻസൊക്കെ ഉണ്ട് കേട്ടോ. ഏത് വണ്ടിയാണെന്ന് അറിയാൻ പാടില്ല. ഓക്കെ, അവൻ ഇവിടെ നിന്ന് ഏത് വഴിയായിരിക്കും പോയത്? മിക്കവാറും അവൻ തിരിച്ച് കയറി സിറ്റിയിലോട്ട് കയറി അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് സിറ്റി വിടാനുള്ള പ്ലാനായിരിക്കും. പക്ഷെ അതിനെ ഞാൻ സമ്മതിക്കില്ല കേസ്. ഓക്കെ, ഇന്ന് ഹൾക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ട് തന്നെ കാര്യം കേസ്. ഓക്കെ, അവനെ ഞാൻ ഫുള്ള് പിടിച്ചിട്ട് ഞാൻ പോലീസിനെ ഏൽപ്പിക്കാൻ പോകണം. ഓക്കെ, എന്നിട്ട് എനിക്ക് ഗവൺമെൻറ് പൈസ തരും കേസ്. ഓക്കെ, അങ്ങനെ അടിച്ച് പൊളിക്കാം കേസ്. ഓക്കെ,
അവൻ എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും കറക്റ്റായിട്ട് നേരെ സിറ്റിയിലോട്ടുള്ള എൻ്റർ ആവാൻ പണിയില്ല. ഓക്കെ, അവൻ പിന്നെ അങ്ങോട്ട് എവിടെയെങ്കിലും അലിമ്പുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നോക്കണ്ട് ഈ ഏരിയ ഒക്കെ ഫുള്ളായിട്ട് എന്തായാലും ചർച്ച. ഓക്കെ, ഹൾക്കിനെ എവിടെ കണ്ടാലും പൊട്ടിക്കും കഴിച്ചു. ഓക്കെ, അവൻ എന്തായാലും ഈ ഒരു ഏരിയയിലാണ് ആ ഒരു കോൺസേക്കും കൊണ്ട് പോയെന്നാണ് പറയണത്. ഓക്കെ, അതേപോലെ തന്നെ അവൻ്റെ ആ ഒരു ലൊക്കേഷനുകളൊക്കെ ഞാൻ ട്രേസ് ചെയ്തിട്ടുണ്ടല്ലോ. അതിൻ്റെ ലൊക്കേഷനുകളൊക്കെ ഏകദേശം ഫ്രണ്ടിലോട്ടാണ് കാണിക്കുന്നത് വെച്ചാൽ. ഓക്കെ, അവ ഒരു കാറിൽ കത്തിച്ചെന്നാലും വിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൾമോസ്റ്റ് അവൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് നേരെ എന്തായാലും ഇങ്ങോട്ടാണ് കേട്ടോ. ഇവൻ നേരെ ബീച്ചിൽ പോകാനുള്ള പണിയാണല്ലോ. എനിക്ക് തോന്നുന്നു ബോട്ട് വഴി എസ്കേപ്പ് ആവാനുള്ള പ്ലാൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ കുറേ വണ്ടി പോകുന്നുണ്ട്. ഇല്ല ഗൈസ്, ഇവ എന്തൊക്കെയാണ് ഈ കാണിക്കണത്? എനിക്ക് തോന്നുന്നു അവന് മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു കേട്ടോ നമ്മുടെ ലൊക്കേഷൻ. ഓക്കെ, ഇവിടെ ഇവൻ്റെ വണ്ടി കാണാനേ ഇല്ലല്ലോ. ഈ ഹൾക്കിന് നമ്മളെക്കാട്ടും കുറേ പവേഴ്സ് ഉണ്ട്. ഹൾക്ക് താണ്ട പോണ്. എടാ ഹൾക്കേ, എടാ സൂപ്പർമാനെ, നീ എന്നെ പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. പക്ഷെ നിനക്ക് എന്നെ തൊടാൻ പോലും പറ്റില്ല. ഒന്ന് പോടാ അവിടെ നിന്ന്. ഇന്ന് നിന്റെ കാര്യത്തിൽ തീരുമാനമാവടാ ഹൾക്കേ. നിന്റെ വണ്ടി ഉൾപ്പെടെ എന്നെ മൊത്തം കത്തിച്ച്. എടാ ഫ്രാങ്ക്ലിനെ, സോറി, എടാ സൂപ്പർമാനെ, നീ എന്താടാ ഈ കാണിക്കണത്? എടാ ഹൾക്കേ, നീ ഇപ്പം പറഞ്ഞ പേര് കറക്റ്റിനടാ. എൻ്റെ പേര് ഫ്രാങ്ക്ലിൻ എന്നാണ്. പക്ഷെ ഞാൻ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു സൂപ്പർമാനാണ്. ഞാൻ ഈ നാടിനെ രക്ഷിക്കുന്ന ആളാണ്. ഒന്ന് പോടാ ഫ്രാങ്ക്ലിനെ. ഇതിപ്പോ എന്താണ് എനിക്ക് ഈ സംഭവിക്കണത്? എടാ സൂപ്പർമാൻ, എന്നെ വിടറാ. ഒന്ന് പോടാ അവിടെ. അയ്യാ, ഇവിടെ ഇപ്പൊ എന്തൊക്കെയാണ് ഈ സംഭവിക്കണത്? എനിക്കിപ്പോ എന്തൊട്ടായി പറ്റിയത്? പക്ഷെ എൻ്റെ പൊന്നെ, എനിക്ക് പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓ ഗായ്സ്, ഈ സൂപ്പർമാനില്ലേ സൂപ്പർമാൻ. ഓക്കെ, ഈ ഒരു സൂപ്പർമാൻ ആണെങ്കിൽ എന്നെ എന്തായാലും മൊത്തത്തിൽ അടിച്ചൊരു പരിവാക്കിയിട്ട് എന്തായാലും ഈ കാണുന്ന ഏതാണ് പോലീസ് സ്റ്റേഷനിൽ എന്തായാലും കൊണ്ടിട്ട്. പക്ഷേ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ എനിക്കാണ് ഇതെല്ലാം ഇടിച്ച് നശിപ്പിച്ച് എന്തായാലും ഇറങ്ങാൻ പറ്റും കേട്ടോ. ഞാൻ ഇത് മൊത്തം ഇടിച്ച് ഇന്ന് പൊട്ടിക്കും കേട്ടോ. ഇവിടെ ഒന്നും ബാക്കിയാണല്ലോ. ഇതെന്താണ് ഈ പൊട്ടാത്തത്? ഇതെന്താണ് ഈ പൊട്ടാത്തത്? ഇതെന്താണ് ഈ പൊട്ടാത്തത്? എടാ 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 ഹൾക്കേ, നീ പേടിക്കേണ്ട ഒരാവശ്യമില്ലടാ. എടാ നിനക്കത് ഒരിക്കലും തുറക്കാൻ പറ്റില്ലടാ. കാരണം നിന്റെ പവേഴ്സ് എല്ലാം മറ്റേ സൂപ്പർമാൻ ഇല്ലേ, നമ്മുടെ നാടിന്റെ രക്ഷകൻ, അവൻ മൊത്തത്തിൽ അങ്ങ് എടുത്തിട്ടങ്ങ് പോയി കേട്ടാ. നിനക്കിനി ഒന്നിട്ടും ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടാ. എടാ സൂപ്പർമാനെ, എടാ നിന്നെ ഞാൻ പിടിച്ച് നിന്റെ കാര്യത്തിൽ തീരുമാനാക്കൂടാ. നിന്നെ നിന്റെ കുടുംബത്തിനെ ഞാൻ നശിപ്പിക്കൂടാ. ഈ സൂപ്പർമാൻ ഇപ്പൊ എന്റെ ശക്തികളെല്ലാം നശിപ്പിച്ചളഞ്ഞല്ലോ. ഇതിപ്പോ എന്തൊക്കെയാണ് ഈ സംഭവിക്കണത്? ഞാനാണ് ഇവിടെ ഇപ്പൊ എത്ര ഇടിക്കുന്നുണ്ട്. ഈ പോലീസ് സ്റ്റേഷന്റെ ഏതൊക്കെയോ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നിട്ടും എനിക്ക് എന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് പറ്റണില്ല. ഇതെന്താണ് ഈ സംഭവിക്കണത്? എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആയാൽ പറ്റുമോ? ഇതിപ്പോ എന്താണ്? എൻ്റെ പവേഴ്സൊക്കെ പോയല്ലോ. പക്ഷെ ഇതിപ്പോ എന്താണ് ഈ സംഭവിക്കണത്? ഞാൻ ഒരു ശക്തിയില്ലാത്തവനായി മാറിയല്ലോ. എനിക്കാകെ ദേഷ്യം പറഞ്ഞേ. ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് വെളിയിൽ ഇറങ്ങണോ? എടാ ഒന്ന് അടങ്ങിരടാ. നീ എത്ര ഇടിച്ചു പൊട്ടിച്ചാലും ഒരു കാര്യമില്ല. നമ്മുടെ സൂപ്പർമാൻ എന്നൊരു പവർഫുൾ ഗേറ്റാണ് ഇവിടെ ഇട്ടിരിക്കണം. നീ എത്ര ഇടിച്ചു പൊളിച്ചാലും ഒന്നും സംഭവിക്കില്ല. ഈ പോലീസ് സ്റ്റേഷനും നിനക്കും നിന്റെ കാര്യത്തിലൊരു തീരുമാനം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നിന്നെ ഏകദേശം കൊല്ലാൻ ടൈമായി. അയ്യോ, എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായേ. വലിയ പൊങ്ങച്ചോക്കെ അടിച്ച് ഫുള്ള് പവർഫുള്ളായിട്ടുള്ള എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായേ. ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് തന്നെ ഒരു കാര്യമില്ല. എൻ്റെ പവേഴ്സ് എല്ലാം പോയേ. ഇനിയിപ്പോൾ ഞാൻ എന്തിട്ടാണ് ചെയ്യേണ്ടത്? ഇതിപ്പോൾ എന്താണ്? ഇതൊന്നും പൊട്ടാത്തെന്താണ്? എൻ്റെ അമ്മോ, ഇതൊന്നും എനിക്ക് തല്ലിപ്പൊട്ടിക്കാനേ പറ്റുള്ളൂ കേട്ടോ. മൊത്തത്തിൽ എല്ലാം തവിട് പൊടിയായിട്ട് എന്തായാലും ഇരിക്കുകയാണ് കേട്ടോ. എല്ലാം പോയിരിക്കുകയാണ്. ഞാനിപ്പോൾ എന്തിട്ടാണ് ഈ ചെയ്യേണ്ടത്? എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എൻ്റെ ഇനിയിപ്പോൾ ആ സൂപ്പർമാൻ എന്നെ കൊല്ലുമോ? എനിക്ക് അറിഞ്ഞൂടേ. എനിക്ക് പേടിയാണ്. അയ്യോ. ഓക്കെ ഗായ്സ്, ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഗൈസ് എൻ്റെ നിർത്തിയൊരു വീഡിയോ കാണാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും വീണ്ടും ഗൈസ് എന്തായാലും ഒരു പുതിയൊരു കിടിലെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു അവഞ്ചേഴ്സിനെയൊക്കെ വെച്ച്. ഓക്കെ, എന്തായാലും ഒരു കിടിലം വീഡിയോ ഞാൻ വീണ്ടും എന്തായാലും വരുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം പുതിയൊരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു കിടിലം വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ.